US നിർദ്ദേശത്തെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾക്കിടയിൽ ഒരു ദശാബ്ദത്തിലേറെ മുമ്പ് റഷ്യ പിടിച്ചെടുത്ത ഉക്രൈന്റെ ക്രിമിയൻ ഉപദ്വീപ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുക എന്ന ആശയം ഒരു തുടക്കമല്ലെന്ന് സെലൻസ്കി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സംസാരിക്കാൻ ഒന്നുമില്ല, ഇത് നമ്മുടെ നാടാണ്, ഉക്രൈനിയൻ ജനതയുടെ നാടാണ് എന്നായിരുന്നു സെലൻസ്കി പറഞ്ഞു വെച്ചത്. ചില യൂറോപ്യൻ സഖ്യകക്ഷികൾ അമേരിക്കൻ നിർദ്ദേശത്തെക്കുറിച്ച് ഒരു പരിധിവരെ ആശങ്കാകുലരാണ്. എന്നാൽ ചില സഖ്യകക്ഷികൾ റഷ്യ ഉക്രൈനിലെ 5 പ്രദേശങ്ങളായ ക്രിമിയ, ലുഹാൻസ്ക്, ഡൊണറ്റ്സ്ക്, സബോരിഷിയ, കെർസൺ എന്നിവിടങ്ങളിൽ പൂർണ്ണമായും ഭാഗികമായോ ഉറച്ചു നിൽക്കുന്നുവെന്നും സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഉടനടി വെടിനിർത്തൽ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ അത് നിലവിലുള്ള കോൺടാക്ട് ലൈനിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്നും ഒരു മുതിർന്ന ഫ്രഞ്ച് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആ ഉദ്യോഗസ്ഥന് പരസ്യമായി പേര് വെളിപ്പെടുത്താൻ അധികാരമില്ലായിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ നിയമമനുസരിച്ച് അജ്ഞാതരുടെ വ്യവസ്ഥയിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്നിരുന്നാലും ഉക്രൈന്റെ പ്രാദേശിക സമഗ്രതയും ഭൂഖണ്ഡത്തിന്റെ മറ്റു ഭാഗങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള അഭിലാഷങ്ങളും യൂറോപ്യന്മാർക്ക് ഒരു മുൻഗണനയാണെന്നും യൂറോപ്യൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു.